നാമവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ പിന്നെ തിരുവചനവുമായി കർത്താവ് സഹായിച്ച കർത്താവിൻ്റെ കൃപയോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് വേദപുസ്തകത്തിൽ നിന്ന് ഒരു തിരുവചനം വായിച്ച് ചില കാര്യങ്ങളിൽ മാത്രം കടന്ന് ദൈവസന്നിധിയിരിക്കാൻ പരിശുദ്ധന്മാരിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു. ആരെ കണ്ടു മനസ്സലിഞ്ഞു? യേശു നയിൻ എന്ന പട്ടണത്തിലേക്ക് പുരുഷാരവുമായി കടന്നു ചെല്ലുമ്പോൾ മരിച്ച ഒരു മനുഷ്യനെ കുറെ പേർ മഞ്ചത്തിൽ ചുമന്നുകൊണ്ട് വരുന്നത് യേശു കണ്ടു. ഒരു സ്ത്രീ മാറത്തടിച്ച് നിലവിളിച്ച് കരയുന്നതാണ് യേശു കർത്താവ് കാണുന്നത്. യേശു കർത്താവ് അടുത്ത് ചെന്ന് സ്ത്രീയോട് പറയാണ്, കരയേണ്ട കരയേണ്ട എന്ന് യേശു പറയാൻ കാരണം, നയിൻ എന്ന പട്ടണത്തിൽ സ്ത്രീയോട് മാത്രമല്ല യേശു ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. പല മനുഷ്യരോടും ദൈവം ഈ വാക്ക് ഉച്ചരിച്ചിട്ടുണ്ട്. ആരോടൊക്കെയാണ് ദൈവം കരയേണ്ട എന്ന് പറയാൻ തക്കവണ്ണം ഇടയായത്? തിരുവചനം പരിശോധിക്കുമ്പോൾ കരയേണ്ട, നീ ഭയപ്പെടേണ്ട എന്ന് യേശു നേരിട്ട് പറഞ്ഞ അനേക വ്യക്തി ജീവിതങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. കരയുന്നൊരു വ്യക്തി ഏതിനെ ചൊല്ലി കരയുന്നു എന്ന് ദൈവത്തിന് തന്നെ അറിയാൻ കഴിയും. നീ ഏതൊരു വിഷയത്തിനെ സംബന്ധിച്ചാണ് കരയുന്നുവോ, ആ കരച്ചിൽ എന്താണെന്ന് നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ നിർമ്മിക്കപ്പെട്ട ദൈവത്തിന് മാത്രമേ അറിയൂ നീ എന്തിനാണ് കരയുന്നതെന്ന്. ഇന്ന് ലോകം മുഴുവൻ കണ്ണുനീർ കയത്തിൽ മാനവജാതി വീണിരിക്കുന്ന കാലഘട്ടമാണിത്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ജനം കണ്ണുനീർ താഴ്വരയില ഇന്ന് ജനത്തിന്റെ ജീവിതം. അതില് യാചകനാകട്ടെ, സമ്പന്നനാകട്ടെ, ഭരണകർത്താക്കളാകട്ടെ, ഏതൊരു വ്യക്തിയെ ആകട്ടെ, ലോകത്തിന്റെ 5 വൻകരകളിലും കണ്ണുനീർ. അവിടെ ബൈബിളിൽ യേശു പഠിപ്പിക്കുകയാണ്, ആ സ്ത്രീയോട് പറയണം നീ കരയണ്ട എന്ന്. അവൾ എന്തിനെ ചൊല്ലി കരഞ്ഞു? വിധവയായ സ്ത്രീയായിരുന്നു അവൾ. ഏക മകൻ മാത്രമേ അവശേഷിപ്പുള്ളൂ ഈ പ്രപഞ്ചത്തിൽ. അവൾക്കൊരാശ്രയമായിട്ട്, ഒരു തണലായിട്ട് അവൻ മരിച്ചുപോയി. അവനെയാണ്, മരിച്ച ആ മകനെയാണ് മഞ്ചത്തിൽ കുറെ ആൾക്കാർ ചുമന്നുകൊണ്ട് വരുന്നത്. യേശു അടുത്തു ചെന്ന് മഞ്ചത്തിൽ തൊട്ടു. അവിടെ ആ മഞ്ചത്തിൽ മരിച്ചു കിടന്ന വ്യക്തി ജീവിക്കാൻ തക്കവണ്ണം ഇടയായി. അവന്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവനെ എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നയിൻ പട്ടണത്തിലെ വിധവയുടെ കണ്ണുനീരിന് അറുതി വരുത്തിയ ദൈവം, ആശ്വാസത്തിന്റെ വാക്കുകളെ പകർന്നു കൊടുക്കുന്ന ദൈവം, ഇന്ന് ഈ ലോകത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തി ജീവിതവും നിന്റെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം തരുന്ന നസ്രയനായ യേശു കർത്താവ്
അവന്റെ വാക്ക്, അവന്റെ തിരുവായി മൊഴിയുന്ന ഓരോ വാക്കിലും ആശ്വാസത്തിന്റെ വചനങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. 2, അവന്റെ ഓരോ വാക്കുകളിലും സ്നേഹത്തിന്റെ ഉറവിടമാണ്. സ്നേഹത്തിന്റെ ഉറവിടമാണ് ദൈവത്തിന്റെ ശബ്ദം. ദൈവത്തിന്റെ ശബ്ദം വെളിപാട് പുസ്തകത്തിൽ പറയുന്നു. യോഹന്നാൻ എഴുതിയിരിക്കുന്ന വെളിപാട് പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുവാണ്, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ശബ്ദമത്രേ. ആ ശബ്ദം ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന ശബ്ദം. അവന്റെ തിരുവചനം ഒരു കുടുംബത്തെ രൂപാന്തരപ്പെടുത്തുന്ന തിരുവചനം. അവിടുന്ന് യേശു കർത്താവ് മറ്റു ഒരു ദേശത്തിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം, ഏത് ദേശത്തിൽ എൻ്റെ കർത്താവ് കടന്നു പോയിട്ടുണ്ടോ അവിടൊക്കെ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് മാത്രമല്ല, ആ ദേശത്തിന് മുഴുവൻ വിടുതൽ പ്രാപിക്കാൻ തക്കവണ്ണം ഇടയായിട്ടെന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. നയീൻ പട്ടണത്തിലെ വിധവയുടെ മരിച്ച മകനെ ഉയർപ്പിച്ചെങ്കിൽ അവിടെ നയീൻ പട്ടണത്തിലെ വിധവയ്ക്ക് മാത്രം അല്ല വിടുതൽ പ്രാപിച്ചത്, പിന്നെയോ നയീൻ പട്ടണം മുഴുവൻ യേശുവിനെ അറിയാനിടയായി. യേശുവിനെ അറിഞ്ഞ പട്ടണങ്ങളൊക്കെ വിടുതൽ പ്രാപിക്കാൻ തക്കവണ്ണം ഇടയായി. അവിടുന്ന് കടന്ന് എരിഹോ പട്ടണത്തിലേക്ക് കർത്താവ് കടക്കാൻ തക്കവണ്ണം ഇടയാകുന്നു. അവിടെയും നിലവിളിക്കുന്നൊരു മനുഷ്യനെ കാണാൻ തക്കവണ്ണം ഇടയായി. അവിടെയും യേശു തിരിഞ്ഞു നിന്ന് അവനോടും ആശ്വാസത്തിന്റെ വാക്കത്രേ അരുളി ചെയ്തത്. എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി അഭിഷക്തനാകട്ടെ, ഒരു വിശ്വാസിയാകട്ടെ, ഒരു പുരോഹിതനാകട്ടെ, ദൈവത്തിന്റെ വാക്കുകൾ അത് ആശ്വാസത്തിന്റെ വാക്കുകൾ തന്നെ, അത് വിടുതലിന്റെ വാക്കുകൾ തന്നെ, അത് ബലപ്പെടുത്തുന്ന വാക്കുകൾ തന്നെ. അവന്റെ ശബ്ദം അത് തന്നെ. ദാവീദിൻ ഗോത്രത്തിലെ സിംഹത്തിന്റെ ശബ്ദം, അത് ഗർജിക്കുന്ന ശബ്ദം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി അവൻ അലറി അവൻ ഇങ്ങനെ പറക്കെ നടക്കുകയാണ്. അവിടെ പറയുകയാണ്, അത് സിംഹം എന്ന പോലെ പിശാച് അലറി നടക്കുന്നു എന്ന് 1 പത്രോസിന്റെ ലേഖനത്തിന്റെ 5:8 പറയുകയാണെങ്കിൽ, എന്നാൽ സിംഹം എന്ന പോലെ എന്നവിടെ വായിക്കുന്നു. എന്നാൽ സിംഹം എന്ന പോലെയെങ്കിൽ ദാവീദിൻ ഗോത്രത്തിലെ സിംഹം, ദാവീദിൻ താക്കോൽ കയ്യിൽ ഉള്ളവൻ, അവൻ സിംഹം എന്ന പോലെയല്ല, അത് സിംഹം തന്നെ, അത് ഗർജിക്കുന്ന സിംഹം തന്നെ. അവന്റെ വാക്ക് ഉവ്വ ഇല്ല ഇല്ല, അവൻ ഉരുവാക്കുന്ന വാക്കുകൾ അത്രേ. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചവൻ, അരുമനാഥനായവൻ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ ഏത് വിഷയത്തിലാണ് നിന്റെ ഹൃദയം ഇന്ന് ഭാരപ്പെട്ടിരിക്കുന്നുവോ, ഏത് വിഷയത്തിലാണ് നീ രഹസ്യമായും നിന്റെ റൂമിനകത്തിരുന്ന് കരയുന്നുവോ, ഏത് വിഷയം കൊണ്ടാണ് നീ പരസ്യമായും ജനത്തിന്റെ മുമ്പിൽ നിലവിളിച്ച് കരയുന്നുവോ, നിന്റെ മക്കളെ ചൊല്ലിയാണോ, നിന്റെ ഭർത്താവിനെ ചൊല്ലിയാണോ, ആരെ ചൊല്ലിയാണ് നീ അകത്ത് നിന്നെ ആരും കാണാതെ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഏതിനെ ചൊല്ലി നീ പ്രയാസപ്പെട്ടിരിക്കുന്ന ദുഃഖത്തോടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന്റെ തിരുവചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, യേശുവിനെ നിനക്ക് സ്വീകരിക്കാമെങ്കിൽ, യേശുവിനോട് നിനക്ക് പ്രാർത്ഥിക്കാമെങ്കിൽ, നയീൻ പട്ടണത്തിൽ വിധവയുടെ മകനെ ഉയർപ്പിച്ച സർവശക്തനായ ദൈവം ആശ്വാസത്തിന്റെ വാക്കുകൾ നിന്റെ ചെവിയിൽ ഓതിത്തരുവാനും, നിന്റെ മുറിഞ്ഞിരിക്കുന്ന ഹൃദയത്തിലെ ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളുടെ വാക്കുകളാണ് നിനക്ക് മുറിവേറ്റിരിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നെങ്കിൽ, അല്ല ഒരു പ്രശ്നത്താൽ നിനക്ക് ഹൃദയത്തിൽ മുറിവേറ്റിരിക്കുന്നെങ്കിൽ, അവിടെ നിനക്ക് വിടുതലില്ലാതിരിക്കുന്നെങ്കിൽ, ആശ്വാസം ലഭിക്കാതിരിക്കുന്നെങ്കിൽ, ഒരു രോഗിയായി നീ കിടക്കുന്നെങ്കിൽ, നിനക്കൊരു ആശ്വാസത്തിന്റെ വാക്ക് നിനക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം നിന്റെ ബന്ധുമിത്രാദികൾ ഉറ്റോരും ഉടയവരും നിനക്കില്ലെങ്കിൽ, നീ ഏകനാണെങ്കിൽ, നീ ഏകയാണെങ്കിൽ, ദൈവം പറയാണ്, നീ ഏകനല്ല, നീ ഏകയല്ല, പിന്നെയോ നിന്നെ ചേർക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിനെ നിന്റെ ഹൃദയം കൊണ്ട് ദൈവം എന്ന് നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നിന്റെ നാവ് കൊണ്ട് നീ ഏറ്റു പറയുകയും ചെയ്തിരുന്നെങ്കിൽ, ആ സ്നേഹസമ്പന്നനായ ദൈവത്തിന്റെ ശബ്ദം നീ ശ്രമിക്കുവാൻ തക്കവണ്ണം ഇടയാകുമെന്ന് തിരുവചനത്തിൽ കൂടി വ്യക്തമായും അവിടെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദാവീദിൻ ഗോത്രത്തിലെ സിംഹം, ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുമ്പോൾ, ശിംശോൻ എന്ന
കൊല്ലുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കാണാൻ തക്കവണ്ണിടയാകും. ശിംശോൻ ഒരു യാത്രയ്ക്ക് കടന്നു പോകുമ്പോൾ ഒരു സിംഹം അവന് നേരെ എതിർപ്പെട്ടു. ആ സിംഹത്തെ അവൻ അവിടെ വെച്ച് കൊല്ലുവാൻ തക്കവണ്ണം ഇടയായെന്ന് തിരുവചനം വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കാൻ തക്കവണ്ണം ഇടയാകുന്നു. സിംഹം എന്ന് 145 പ്രാവശ്യം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സിംഹം എന്ന് 145 പ്രാവശ്യം ബൈബിളിൽ വെളിപ്പെടുത്താൻ തക്കവണ്ണം ഇടയാകുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, സിംഹങ്ങൾ അവിടെ അല്ല വിഷയം. സിംഹം എന്ന പോലെ അതും അല്ല വിഷയം. പിന്നെ സിംഹം ആരാണ്? അത് ഗർജിക്കുന്ന സിംഹം. അതേതാണ് സിംഹം? ദാവീദിൻ ഗോത്രത്തിലെ സിംഹം. അതിന്റെ അരുമനാഥനായ യേശു തന്നെ സിംഹം. ആ യേശു തിരുവായി മൊഴിഞ്ഞാൽ, നിന്നോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ, നീ എന്താണ് യേശു കർത്താവിനോട് ആവശ്യപ്പെടുന്നെങ്കിൽ എന്റെ കർത്താവ് അത് നിനക്ക് തരുവാൻ ശക്തനായ ദൈവമത്രേ. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, വെളിപാട് പുസ്തകത്തിൽ പറയാണ്, അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാകുന്ന സ്വന്തം ഹല്ലേലൂയ. ഇവിടെ 1 പത്രോസിന്റെ ലേഖനത്തിന്റെ 1:19 പറയാണ്, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നമ്മളെ ദൈവം ശുദ്ധീകരണം ചെയ്തിരിക്കുന്നത്. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നമ്മെ ദൈവം വിലക്കെടുത്തിരിക്കുന്നത്. ഒരു വ്യക്തിയെ ദൈവം രൂപാന്തരപ്പെടുത്തുന്നത്, ദൈവത്തിന്റെ തിരുവചനത്തിൽ കൂടി ദൈവം രൂപാന്തരപ്പെടുത്തുന്നു. അവനെ രൂപാന്തരപ്പെടുത്തുന്നത് അവന്റെ പാപ പങ്കുലത്തെ, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ കെട്ടിക്കിടക്കുന്ന സകല പൈശാചിക ചിന്തകളെയും പാപത്തിന്റെ അധീനതയിൽ നിന്ന് ഒരു മനുഷ്യനെ ദൈവം വിടിപ്പിച്ചിട്ട് അവൻ അഭിഷേകം ചെയ്യാൻ തക്കവണ്ണം അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ ഒന്ന് കഴുകി ശുദ്ധീകരണം ചെയ്ത് ദൈവത്തിന്റെ അഭിഷേകം ചെയ്ത് ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം ദൈവം ആക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദൈവം നിർത്തുവാൻ തക്കവണ്ണം ഇടയാകുന്ന ശ്രദ്ധിക്കുന്ന സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. 1 പത്രോസിന്റെ ലേഖനം അവിടെ 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അങ്ങനെ പറയുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലും അവിടെ ഇങ്ങനെ വായിക്കുന്നു. അത് ആശ്വാസ വചനമെന്ന് വ്യക്തമായി അവിടെ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്ന ആശ്വാസത്തിന്റെ വചനമാണ്. കർത്താവ് സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. മനസ്സലിയുന്ന ദൈവം അവളെ കണ്ട് മനസ്സലിഞ്ഞു എങ്കിൽ ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്ന ഏതൊരു വ്യക്തിയാകട്ടെ, ഏത് രാജ്യത്തിലുള്ള വ്യക്തിയാകട്ടെ, ഏത് മതസ്ഥരായിരിക്കുന്ന വ്യക്തിയാകട്ടെ, അവിടെ ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മുസ്ലിം ആകട്ടെ, യവനനാകട്ടെ, യഹൂദനാകട്ടെ, ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും നീ മനുഷ്യനാണോ? ആ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ മനുഷ്യനെ പിടിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ജയിൽവാസം അനുഭവിക്കുന്ന വ്യക്തികള് അനേകരെ പിടിപ്പിക്കുന്ന ദൈവമുണ്ട്. ആശുപത്രികൾ അഭയം പ്രാപിച്ചിരിക്കുന്ന രോഗത്താൽ പിടിക്കപ്പെട്ട് മരണത്തെ മുഖാമുഖം കാണുന്ന വ്യക്തി ജീവിതങ്ങളെ പിടിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അവരും ദൈവത്തോട് പറയുമെങ്കിൽ, ദൈവമേ, എനിക്കിനിയും ഭൂമിയിൽ ജീവിതത്തെ തരണമേ. ഞാൻ ഇവിടെ മരണം അവസാനിപ്പിക്കാതെ നിന്റെ പ്രവൃത്തി കാണുവാൻ തക്കവണ്ണം എന്റെ കുടുംബത്തിൽ എന്നെ ഒന്ന് ഉയർത്തണമേ, എന്നെ ഒന്ന് ജീവിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ എന്റെ ദൈവം ഏത് മരണത്തിന്റെ അവസ്ഥയിൽ നിന്നും പിടിവിപ്പാൻ ശക്തനായ ദൈവമത്രേ. യേശു കർത്താവ് ഇവിടെ പറയാണ്, നയീൻ പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ ആശ്വാസത്തിന്റെ വാക്ക് ഏകി കൊടുത്തവൻ. മാർത്തയ്ക്കും മറിയയ്ക്കും അതുപോലെ ആശ്വാസത്തിന്റെ വാക്ക് ദൈവം കൊടുക്കാൻ തക്കവണ്ണിടയായി. ഏക സഹോദരനായ ലാസർ മരിച്ചുപോയി. ഏക സഹോദരനായ മാർത്തയുടെയും മറിയയുടെയും ഏക സഹോദരനായ ലാസർ മരിച്ചുപോയി. അവന്റെ കല്ലറയ്ക്കൽ അവന്റെ ജഡം കൊണ്ട് വെച്ചപ്പോഴും മാർത്തയും മറിയയും കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരുന്നപ്പോഴും ആശ്വാസദായകനായ കർത്താവ് ക്രിസ്തു അവിടെ നിന്ന് ചെന്ന് ആശ്വാസത്തിന്റെ വാക്ക് പ്രിയ സഹോദരിമാർക്ക് ഉപദേശം കൊടുക്കാൻ തക്കവണ്ണം ഇടയായി. അതുപോലെ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. മാർത്തേ, നീ എന്തിനെ ചൊല്ലി കരയുന്നു? മറിയ, നീ എന്തിനെ ചൊല്ലി കരയുന്നു? ഞങ്ങളുടെ സഹോദരൻ മരിച്ചുപോയി. നീ വിശ്വസിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണും. അരുമനാഥനായ കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്ന്
ലാസറെ പുറത്തു വരുവാൻ തക്കവണ്ണം തന്റെ തിരുവായി ഒഴിഞ്ഞപ്പോൾ മരിച്ച് 4 നാളായി വെച്ചവൻ അവൻ കല്ലറയ്ക്കൽ നിന്ന് ജീവനോടെ പുറത്തു വന്നെങ്കിൽ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, എന്റെ യേശു വിടുവിപ്പാൻ ശക്തനായ ദൈവമേ, മരണപാശങ്ങളെ അഴിച്ചു വിട്ട് നിന്നെ വിടുവിപ്പാൻ തക്കവണ്ണം ഇടയാകുന്ന കർത്താവത്രേ. ഏത് മരണത്തിന്റെ പാശമാണ് നിന്നെ കയറുകൊണ്ട് ചുറ്റിയിരിക്കുന്നതോ, ഏത് മരണത്തിന്റെ കയറാണ് നിന്നെ വലിഞ്ഞു കെട്ടിയിരിക്കുന്നതോ, ആ മരണത്തിന്റെ കയറിനെ വിടുവിപ്പാൻ ശക്തനായ ദൈവമത്രേ. തിരുവചനത്തിൽ കൂടി ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ഈ എളിയ ദൈവദാസനിൽ കൂടി നിനക്ക് ദൂത് ഓതി തരുന്നത് അത് ഏറ്റെടുക്കുമെങ്കിൽ നിനക്ക് മാത്രമല്ല വിടുതൽ, നിന്റെ കുടുംബത്തിന് മാത്രമല്ല വിടുതൽ, പിന്നെ നീ ഏത് പട്ടണത്തിലാണ് പാർക്കുന്നുവോ, ഏത് ദേശത്തിലാണ് നീ പാർക്കുന്നുവോ, അവിടൊക്കെ ദൈവം വിടുതലയക്കാൻ ശക്തനായ ദൈവമത്രേ. നിന്നെ വിളിച്ചു വേർതിരിച്ചിട്ട് നിന്നെ മരണത്തിൽ നിന്ന് വിടിവിച്ചിട്ട് നിന്റെ രോഗശൈലിയിൽ നിന്ന് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് മകളെ എന്ന് മാറോട് ചേർത്ത് നിന്നെ രോഗത്തിൽ നിന്ന് വിടുതൽ തരുന്ന, രോഗത്തിന്റെ ആത്മാവിനെ മാറ്റി നിന്നെ സ്വതന്ത്രമാക്കി രക്തത്താൽ ശുദ്ധീകരണം ചെയ്തിട്ട് ആ ദേശത്ത് നിന്നെ സാക്ഷിയാക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അതിന്റെ യേശു കർത്താവ് തന്നെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തുതിക്കും സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ വ്യക്തമായിട്ടും പിന്നെയും വചനങ്ങൾ നാം പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് അവിടെ പറയുവാൻ തക്കവണ്ണം ഇടയാകുന്ന വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 5-ൽ വ്യക്തമായി പറയാണ്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. വെളിപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 5-ഉം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യവും വായിക്കുമ്പോൾ ദാവീദിൻ ഗോത്രത്തിലെ സിംഹത്തിനെ സംബന്ധിച്ചും യേശു കർത്താവിനെ സംബന്ധിച്ചും വ്യക്തമായും അവിടെ എഴുതിയിരിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു നാളിൽ ഒരു കുരുടനെ അവന് വിടുതൽ കൊടുക്കാൻ തക്കവണ്ണം ഇടയായി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കുരുടൻ അവന്റെ അരികിലേക്ക് ചെന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരേണം? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരേണം? റബ്ബുനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. റബ്ബുനി, എനിക്ക് കാഴ്ചയാണ് എനിക്ക് ആവശ്യം. എന്താണ് കാഴ്ച? ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അവൻ പിറന്ന നാളിൽ അന്ന് മുതൽ ഇന്ന് വരെയും ഭൂമിയെ അവൻ കണ്ടിട്ടില്ല. ജനങ്ങൾ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ അവന് അമ്മയുണ്ടെന്നറിയാം. ആമേൻ. അവനെ മുലയൂട്ടി വളർത്തിയ അവന്റെ പ്രിയ മാതാവ് ഉണ്ടെന്നറിയാം. അവൻ കണ്ടിട്ടില്ല. എന്തേ സംഭവിച്ചത്? ജനിച്ചപ്പോൾ തന്നെ കുരുടനായി പിറന്നുപോയവൻ, ആമേൻ, ആ കുരുടനായി പിറന്നുപോയവൻ അവനെ വൈദ്യന്മാരെല്ലാം അവനെ കൈവിട്ടു. മെഡിക്കൽ സയൻസ് എല്ലാം അവനെ കൈവിട്ടു. അവന്റെ കണ്ണിന് കാഴ്ച കൊടുക്കാൻ പറ്റാതെ ആമേൻ സ്തുതിക്ക് സ്തോത്രം ചെയ്യുന്നു. അവനൊരു ഭിക്ഷക്കാരനായി, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അവൻ ഒരു യാചകനായി എരീഹോവിന്റെ പട്ടണത്തിൽ ആമേൻ ഒരു തോർത്ത് വിരിച്ച് ഒരു ശീല വിരിച്ച് അവിടെ വഴിയാത്രക്കാരിൽ നിന്ന് ഭിക്ഷയെടുക്കുന്ന ഒരു മനുഷ്യൻ, അവൻ കണ്ണ് കണ്ടും കാഴ്ചയില്ലാത്തവൻ, അവൻ തപ്പിയും തടഞ്ഞും അവിടെ ചെന്ന് ഒരു ശീല വിരിച്ച് അവിടെ നിന്ന് ജനത്തിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് ഉപജീവനം കഴിച്ചു പോയൊരു മനുഷ്യൻ. ആ മനുഷ്യനൊന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ആമേൻ. മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടില്ലേ? ഉറ്റോരും ഉടയോരും ഇല്ലല്ലോ. ഏകനായിരുന്ന് അവൻ ഫുട്പാത്തുകളിൽ ഇരുന്ന് അവൻ തെരുവീതിയിൽ ഇരുന്ന് അവൻ ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യൻ, ആരോരുമില്ലാത്തവൻ, ഭൂമി എന്തെന്ന് കണ്ടിട്ടില്ലാത്തവൻ, ആകാശത്തിന്റെ അതിന്റെ കളർ എന്താണെന്ന് കണ്ടിട്ടില്ലാത്തവൻ, ഇവിടുത്തെ വൃക്ഷങ്ങളെ കണ്ടിട്ടില്ല, ഇഴജന്തുക്കള്, പർവ്വജാതികൾ, മറ്റൊന്നിനെയും ഈ പ്രപഞ്ചത്തിൽ കാണാത്തവൻ, കേട്ടറിവുള്ളവൻ മാത്രം. അവൻ കേട്ടറിവ് മാത്രമേ അവനുള്ളൂ. എന്നാൽ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, അവൻ കേട്ടറിവ് മാത്രമേ അവനുള്ളൂ. ആ കേട്ടറിവിന്റെ കൂടെ ഒരറിവും കൂടി അവൻ കേട്ടിരുന്നു. നസറേയനായ യേശു അവൻ കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുക്കുന്നവനും, കേൾവിയില്ലാത്തവന് അവന് കേൾവി കൊടുക്കുന്നവനും, അവൻ സംസാരിക്കാൻ കഴിവില്ലാത്തവന് സംസാരിക്കാൻ കഴിവ് കൊടുക്കുന്നവനും, അവൻ എഴുന്നേറ്റ് നടക്കാൻ അവന് കെൽപ്പില്ലാത്തവനും മുടന്തനെ നടത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഒരുത്തൻ അവൻ ആ ഒരിക്കൽ അവൻ കേൾവിയിൽ കൂടി കേൾക്കാൻ തക്കവണ്ണയായി കേട്ട ശബ്ദം അവൻ കളഞ്ഞില്ല. കേട്ട ശബ്ദം അത് നസറേയനെ പറ്റിയായിരുന്നു കേട്ടത്. അവൻ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. ആ കേട്ട ശബ്ദം അവൻ മുറുകെ പിടിച്ചു. എന്നെ രക്ഷിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആരുമില്ലെങ്കിലും ഞാൻ കേട്ട ശബ്ദം ഞാൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഞാൻ അവനെ പ്രതീക്ഷിച്ചിരിക്കും. അവനെ പ്രതീക്ഷിച്ചിരിക്കുമെങ്കിൽ ഒരു നാളിൽ അവന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത, ഒരു ഹൃദയത്തിൽ ഒരു വിശ്വാസം അവനുണ്ടായിരുന്നു. ഞാൻ അവനെ നോക്കിയിരിക്കും, അവനെ കാത്തിരിക്കും. ഒരു നാളിൽ അവൻ എന്നെ തേടി വരുമെന്ന് എന്നൊരു പ്രത്യാശ ആ കുരുടന്റെ ഉള്ളറയിലേക്ക് ഉണ്ടായിരിക്കാൻ തക്കവണ്ണയായി. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, അവന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല.
വന്നില്ല, അവന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല. അവൻ ഭിക്ഷ അയച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ഹല്ലേലൂയ ഒരു നാളിൽ വലിയൊരു പുരുഷാരം അതുവഴി കടന്നു പോകുന്നു. വലിയൊരു ആരാധനം കേട്ടപ്പോൾ അടുത്തു നിന്നൊരു വ്യക്തിയോട് ചോദിച്ചു, എന്താണ് ഈ ആരാധനം കേൾക്കുന്നത്? അവന് കാഴ്ചയില്ലാത്തവൻ ചോദിച്ചു. അവ പറയാണ്, നാസറേയനായ യേശു ഇതുവഴി കടന്നു പോകുന്നു. കാത്തിരുന്നവൻ അവന്റെ മുമ്പിൽ കൂടി, അവൻ കുരുടനായവന്റെ മുമ്പിൽ കൂടി, അവൻ പ്രത്യാശയോട് കൂടിയിരുന്നവൻ, മാൻസരയോട് കൂടിയിരുന്നവൻ ഇതാ കടന്നു പോകുന്നു. എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയത്തില്ലല്ലോ. പക്ഷെ അവന്റെ നാവിന് ചലനമുണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് കൊണ്ട് ഈ നിലവിളിച്ചു. അവൻ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യാണ്. അവിടെ നിന്ന് നിലവിളിച്ച് നസ്രായനായ യേശുവേ, ദാവീദ് പുത്ര, നിനക്ക് എന്നോടൊന്ന് മനസ്സരിയണമേ, എന്റെ ശബ്ദം ഒന്ന് കേൾക്കണമേ. ഞാൻ കുരുടനായിരിക്കുന്നു, എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിവില്ലാത്തവനായിരിക്കുന്നു. അവിടെ നിന്ന് ദാവീദ് പുത്ര എന്ന് നിലവിളിച്ചപ്പോൾ സർവശക്തനായ കർത്താവ് അവിടെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. അവന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിനക്കൊന്നിനും കഴിവില്ല, ഒന്നിനും കഴിവില്ലാത്തൊരു വ്യക്തി നീ ആയിരിക്കാം. പക്ഷേ നിന്റെ ശബ്ദത്തിന്റെ പുറകിൽ എന്റെ ദൈവം നിൽക്കുന്ന ദൈവമാണ്. കർത്താവ് സ്വതന്ത്രം, നീ ദൈവത്തോട് നിലവിളിക്കുന്ന നിലവിളിയുടെ മുമ്പിൽ ദൈവം നിന്ന് നിന്റെ നിലവിളി എന്തെന്ന് ശ്രദ്ധിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. എരിഹോ പട്ടണത്തിൽ ഇത് നിലവിളിച്ചവന്റെ നിലവിളി കേട്ട് അവനെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവനെ യേശുവിന്റെ അരികിൽ കൊണ്ടുവന്നപ്പോൾ യേശു ചോദിച്ച ഒരു ഭാഗം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവിടെ കർത്താവ് സ്വതന്ത്രം ചെയ്യണം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിനക്ക് ഞാൻ എന്തു ചെയ്തു തരണം, നിനക്ക് ഞാൻ എന്തു ചെയ്തിരണം എന്ന് യേശു ചോദിച്ചപ്പോൾ അവൻ പറയാണ്, ഹല്ലേലൂയ, ഭാഗം വ്യക്തമായിട്ടും അവിടെ പറഞ്ഞു കൊടുക്കാണ്. യേശുവിനോടൊരു സാക്ഷ്യം അവൻ പറഞ്ഞു കൊടുക്കാണ്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവമേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. റബ്ബൂനേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. താരാപഥങ്ങളും തളിരും കാണാം, ഇത് സകലതും എല്ലാം കാണാം. എന്റെ പെറ്റ അമ്മയുടെ മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നെ 9 മാസം 9 ദിവസം 9 ദിവസം 9 നാഴിക 9 വിനാഴികയിൽ എന്റെ അമ്മയുടെ ഉദരത്തിൽ ചുമന്ന് വേദനയോടെ പ്രസവിച്ച് എന്നെ മുലയൂട്ടി വളർത്തിയ എന്റെ അമ്മയുടെ തങ്കമുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. റബ്ബൂനേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. എന്റെ ആവശ്യം എന്താ? എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതം നിന്റെ ആവശ്യം എന്താണ്? ദൈവത്തിന് സ്തോത്രം. നിന്റെ നാവെടുത്തൊന്ന് ചോദിക്കാമോ? നിന്റെ നാവെടുത്തൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. നീ ആരാണെന്നല്ല ദൈവം ചോദിക്കുന്നേ. എരിഹോന്റെ തെരുവീതിലിരുന്ന കുരുടനോട് ചോദിച്ചില്ല നീ ആരാണെന്ന്. നീ ആരാണെന്ന് ദൈവം ചോദിക്കത്തില്ല. നിന്റെ ആവശ്യം എന്താണെന്ന് ദൈവം ചോദിക്കും. കുരുടനോട് ചോദിക്കും, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? റബ്ബൂനേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. എന്റെ യേശു കർത്താവ് കരമുയർത്തി ഉടനെ അവൻ കാഴ്ച പ്രാപിക്കാൻ തക്കവൻ ഇടയായി. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിന്റെ ആവശ്യമെന്താ? നിന്റെ ആവശ്യമെന്താ? എന്റെ യേശു കർത്താവ് ചോദിക്കുക, നിന്റെ ആവശ്യമെന്താ? നീ വിദേശത്താണോ സ്വദേശത്താണോ? നിനക്ക് എന്താണ് വിഷയം? നിന്റെ കുടുംബത്തിൽ അകത്തളങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഏത് വിഷയമാണ് നിനക്കുള്ളത്? ഏത് വിഷയം മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാതാണോ? ഒരു ഡോക്ടറെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയമാണോ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതാണ് ചിന്ത? ഹല്ലേലൂയ. എന്റെ യേശുവിനെ കൊണ്ട് വിടുതലിടാൻ ശക്തനായി ദൈവമത്രേ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്ത് ഈ എളിയ പ്രിയ ദൈവദാസനിൽ കൂടി നിങ്ങൾക്ക് ദൂത് തന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റെടുക്കുമോ? നീ പ്രാർത്ഥിക്കുമോ? എങ്കിൽ വിടുതലാണ്, ആറുതലാണ്, അത് അത്ഭുതമായി വിടിപ്പാൻ തക്കവണ്ണടിയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. കർത്താവ് നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആശ്വാസത്തിന്റെ വചനങ്ങൾ, ആശ്വാസത്തിന്റെ വചനങ്ങൾ, ആശ്വാസദായകനായ ക്രിസ്തു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആശ്വാസദായകനായ യേശു, അവന്റെ ശബ്ദം അത് ആശ്വാസത്തിന്റെ അത്രേ. ദൈവം നമ്മളെ വചനങ്ങളാൽ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എന്തെങ്കിലും പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ പേര് പാസ്റ്റർ പുഷ്പൻ ദാനിയേൽ. ഞാൻ സഭാശുശ്രൂഷ ആറ്റിങ്ങൽ പട്ടണത്തിലെ എൻ്റെ സഭാരാധന ആറ്റിങ്ങൽ പട്ടണത്തിലാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഏതൊരു വിഷയത്തിനും എന്നെ ഈ ഫോണിൽ ബന്ധപ്പെടാം.